ഹാരി ഹൗഡി. കൂട്ടുകൾക്കും ചങ്ങലകൾക്കും തളയ്ക്കാൻ സാധിക്കാത്ത മാതൃക. 1874 മാർച്ച് 24 ഹംഗറിയിൽ ജനനം. ബന്ധനസ്ഥനാക്കി ജയിലറകളിൽ അടച്ചാൽ പോലും നിമിഷ നേരം കൊണ്ട് ചങ്ങലകളും പൂട്ടുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമായിരുന്ന വ്യക്തിപ്രഭാവം. കയറുകൊണ്ട് ദേഹം മുഴുവനും വലിഞ്ഞു മുറുക്കി കെട്ടിയതിനു ശേഷം കെട്ടിൽ നിന്നും രക്ഷപ്പെടൽ, അടച്ചുപൂട്ടിയ വലിയ സ്റ്റീൽ ക്യാനിൽ നിന്നും രക്ഷപ്പെടൽ, ടേപ്പ് കൊണ്ട് ദേഹം മുഴുവനും വലിഞ്ഞു മുറുക്കി കെട്ടിയതിനു ശേഷം നിമിഷങ്ങൾക്കകം രക്ഷപ്പെടൽ, സ്ട്രെയിറ്റ് ജാക്കറ്റിൽ ബന്ധനസ്ഥനാക്കി ക്രെയിനിൽ തലകീഴായി തൂക്കി ഇട്ടതിനു ശേഷം രക്ഷപ്പെടൽ. ഇങ്ങനെ നിരവധി രക്ഷപ്പെടൽ വിദ്യകൾ ഹാരി ഹൗഡിനി എന്ന മാന്ത്രികന് സ്വന്തം. 1926 അസുഖം ബാധിച്ചു അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ എസ്കേപ്പുകൾക്ക് മരണം ഇല്ലായിരുന്നു. ശേഷം നിരവധി മാന്ത്രികർ വേദികളിലും ഓപ്പൺ എയറുകളിലും എസ്കേപ്പുകൾ അവതരിപ്പിച്ചു. ചെറിയൊരു അശ്രദ്ധ തന്നെ മരണം വിളിച്ചു വരുത്തുന്നതിനാൽ പല മാന്ത്രികരും അശ്രദ്ധ മൂലം മരണപ്പെടുകയും ചെയ്തു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ അശ്രദ്ധ കൊണ്ട് അപകടം സംഭവിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാവുന്ന ഹാരി ഹൗഡിനിയുടെ ടേപ്പ് എസ്കേപ്പ് ആക്ട് ആണ് അവതരിപ്പിക്കുന്നത്. പ്ലീസ് വാച്ച് our tape escape act. നമ്മുടെ പ്ലാൻ പ്രകാരം ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാതെ ബന്ധനസ്ഥനായി കഴിഞ്ഞു. ഇനി അവന്റെ ജീവൻ മാത്രം ഇങ്ങെടുത്താൽ മതി. അതിന് 1-2 ബുള്ളറ്റും മാത്രം മതി. ഇന്നാ നീ ചോദിച്ചതിന്റെ ബാക്കി പണം കൊണ്ട് ഭദ്രമായി വെക്ക്. ജാവോ ഭായി. അതൊരു കുഞ്ഞു ബോംബായിരുന്നു. അവന് കലാരംഗത്ത്
ഇത് കാണണം. കണ്ണടക്കരുത്. നിന്റെ ജീവൻ എടുത്തവന്റെ ജീവൻ പകരം ഞാൻ എടുക്കാൻ പോകുന്നു. ആധിപത്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ണ്, ഗാന്ധിജിയുടെ മണ്ണ്, നാനാത്വത്തിൽ ഏകത്വം എന്ന ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരുടെ മണ്ണ്. നിന്നെ പോലുള്ള പുഴുക്കുത്തുകൾ വന്നാൽ പുഴുവിനെ ചവിട്ടി അരയ്ക്കുന്നത് പോലെ കൊന്നു തള്ളും ഞങ്ങൾ. ഭാരതീയ സേനയുടെ ടാർഗറ്റ് ന്യൂട്രലൈസേഷൻ പ്ലാനിങ്ങിൽ നിന്റെ രാജ്യത്തെ ഇല്ലാതാക്കാൻ എടുക്കുന്ന സമയം വെറും 2 മിനിറ്റ് മാത്രമാണ്. പിന്നെ ലോകം മാപ്പിൽ പോലും ഉണ്ടാകില്ല നിന്റെ രാജ്യം. तुम जैसे हरामी लोगों को कभी सामने आके लड़ाई करने की हिम्मत नहीं है, मगर हम हिंदुस्तान कभी पीछे से लड़ाई नहीं किया है. നിന്നെ പോലുള്ള ഭീരുക്കൾ ഒരിക്കലും മുന്നിൽ വന്ന് യുദ്ധം ചെയ്യില്ല. ഞങ്ങൾ പിന്നിൽ നിന്ന് ആക്രമിക്കാറുമില്ല. നിന്നെ പോലുള്ള ആയിരങ്ങളെ നശിപ്പിക്കാൻ എന്നെ പോലുള്ള ഒരു പട്ടാളക്കാരൻ മതി. കാരണം 140 കോടി ജനങ്ങളുടെ ആശീർവാദമാണ് സിരകളിൽ ഒഴുകുന്ന രക്തം, സിരകളിൽ ഒഴുകുന്ന രക്തം, സിരകളിൽ ഒഴുകുന്ന രക്തം. ഹിന്ദുസ്ഥാൻ ഞങ്ങളുടെ ഹൃദയമാണെങ്കിൽ അതിന് മുകളിൽ പാറിപ്പറക്കുന്ന ത്രിവർണ്ണ പതാകയാണ് ഞങ്ങളുടെ ജീവൻ. അത് പാറിപ്പറക്കുക തന്നെ ചെയ്യും. ഹിന്ദുസ്ഥാൻ is our heart and the tricolor flag flying over it is our life and we will fight for it. അന്വേഷിച്ചുകൊണ്ടിരുന്ന കേരളത്തിലേക്ക് നുഴഞ്ഞു കയറിയ കൊടും ഭീകരവാദി ഇന്ത്യൻ സൈന്യവും കേരള പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിടയിൽ കൊല്ലപ്പെട്ടു.